ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ തിരിച്ചുവരവ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അധികം വ്യൂസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, എങ്കിലും അത്യാവശ്യം ഒന്നോ രണ്ടോ പേരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതിൽ തന്നെ വളരെയധികം സന്തോഷം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്, അയ്യോ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തല്ലോ, പിന്നെ അതുകൊണ്ട് വീഡിയോ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അതായത് കുറേ തുണികൾ മടക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി മടക്കി വെക്കണം. 2 ദിവസത്തെ തുണിയാണ് കേട്ടോ, അതെല്ലാം മടക്കണം. അപ്പോൾ ചേട്ടനവിടെ ഹോളിലിരിപ്പുണ്ട്. അവരെയൊന്നും വീഡിയോയിൽ കാണിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജസ്റ്റ് അതിലൊന്ന് വന്നുപോയി. അവർക്കൊന്നും വീഡിയോയിൽ വരാൻ അത്ര ഇഷ്ടമല്ല, മോക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ രാവിലെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ എനിക്ക് പെട്ടെന്ന് തോന്നി കുറച്ച് ബിരിയാണി വെച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ദം ചെയ്തെടുക്കുന്ന രീതിയിലാണ് കേട്ടോ ബിരിയാണി വയ്ക്കുന്നത്. അതിൻ്റെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്, ഭയങ്കര കാര്യമായിട്ടുള്ള ബിരിയാണിയൊന്നും അല്ല. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിച്ചു ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് ബിരിയാണി വെച്ചോളാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ചിക്കനൊക്കെ അടുപ്പിലായി, ചോറ് കുക്കറിൽ വെന്തിട്ടുണ്ട്. അത് കുക്കറിലായിട്ടുണ്ട് കേട്ടോ. ഞാനത് തേങ്ങ അരച്ചതാണ് കേട്ടോ ചിക്കനിലോട്ട് ഒഴിക്കുന്നത്. നമുക്ക് പച്ച തേങ്ങ അരച്ചതാണത്. അതിപ്പോൾ വറുത്ത തേങ്ങ ഇട്ടും നമ്മൾ കറി വയ്ക്കാറുണ്ട്, പച്ച തേങ്ങ ഇട്ടും കറി വയ്ക്കാറുണ്ട് കേട്ടോ. രണ്ടും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയിൽ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ മണി പ്ലാന്റൊക്കെ അത്യാവശ്യം വളർന്ന് വലുതായിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതേ മല്ലിയിലയും പുതിനയിലേക്ക് കഴുകി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചിക്കൻ കുറച്ചുകൂടെ വെന്താലേ നമുക്ക് ദം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തുണികൾ കുറേ ഉണ്ട്, 2 ദിവസം തുണികൾ കഴുകി മടക്കി കൊണ്ടുവന്ന് വെച്ചതാണ്. അതെല്ലാം ഒന്ന് മടക്കി വയ്ക്കാം. അപ്പം ഞാൻ പെട്ടെന്ന്, അതായത് മടക്കി, സാധാരണ എല്ലാവർക്കും ഭയങ്കര മടിയാണ് തുണി കഴുകിയാലും മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ കഴുകി മടക്കി വാരി കൊണ്ടുവന്ന് ഇതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു അരോചകമായിട്ട് തോന്നില്ലേ. അതെന്തായാലും മടക്കി വെച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും മടക്കി വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ ഞാൻ തന്നെ മടക്കി വെക്കണം, വേറെ ആരും കണ്ടാൽ പോലും അത് മൈൻഡ് ചെയ്യില്ല. അത് വേറൊരു കാര്യം. എല്ലാവരുടെ വീട്ടിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. മക്കളൊന്നും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, അവർ തുണികളൊന്നും മടക്കത്തില്ല. സമയമാകുമ്പോഴത്തേക്കും എൻ്റെ പാൻറ്റ് എവിടെ, എൻ്റെ ഉടുപ്പ് എവിടെ എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് നിലവിളിയായിരിക്കും. പിന്നെ നമ്മൾ ചെന്ന് എടുത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തുണിയൊക്കെ മടക്കി വയ്ക്കാൻ പറ്റും. എല്ലാം മടക്കി അവരവരുടെ കബോർഡുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. വെച്ചിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ചിക്കൻ ഏതാണ്ട് ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒരു 3/4 കുറച്ചും കൂടെ വേവ് കൂടിയാൽ മതി. ഫുൾ ആയിട്ട് വെന്തിങ്ങനെ നല്ലതായിട്ട് അലുത്ത് വരുന്ന രീതിയിൽ വെന്തെടുക്കണ്ട. പക്ഷെ നമ്മൾ ചിക്കൻ അങ്ങനെ വെന്തെടുത്താൽ നമ്മൾ ദം ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്കും ചിക്കൻ മുഴുവനായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനിങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കടായിൽ വെച്ചിട്ട്. പിന്നെ അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയും പുതിനയിലയും നമ്മുടെ ബിരിയാണിയിൽ എപ്പോഴും വേണ്ടുന്നൊരു സാധനമാണ്. അതുണ്ടെങ്കിലാണ് കറക്റ്റ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണേ. നമ്മുടെ മണി പ്ലാന്റൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. വീഡിയോയിൽ കാണാനായിട്ട് നല്ല രസമുണ്ട്. നാളെ ഇനി കരിഞ്ഞു പോകുമെന്തോ. അങ്ങനെ എപ്പോഴും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. ഇടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോഴാണ് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചൂട് കൂടുതലാകുമ്പോഴത്തേക്ക് അതിങ്ങനെ വളരെ ഉറങ്ങിയ കണക്കിന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്ക് തന്നെ പാവം തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊടുക്കും. അപ്പോൾ അത് കുടിച്ചിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കും. അങ്ങനെയാണ് കാര്യം. അപ്പോൾ ഞാൻ ദേ കുക്കർ ഓപ്പൺ ആക്കിയേ. എൻ്റെ കുക്കറിൽ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ചോറ് കുറച്ച് വേവ് കൂടിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ 3 വിസിൽ കേൾപ്പിച്ചു. സാധാരണ 2 വിസിലേ കേൾപ്പിക്കാറുള്ളൂ, 3 വിസിൽ കേൾപ്പിച്ചു. അത് 3 വിസിൽ കേൾപ്പിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ വെള്ളം അളവെടുത്തപ്പോഴത്തേക്കും കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. കാരണം ഞാൻ അളവ് കറക്റ്റ് ആയില്ലേ എന്നൊരു ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 വിസിലും കൂടെ കേൾപ്പിച്ചെടുത്തതാണ്. പക്ഷേ അത് കുറച്ച് വേവ് കൂടിപ്പോയി. ചേട്ടൻ അങ്ങനെ കുറച്ച് വെന്തിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എനിക്കിങ്ങനെ ഓരോ ചോറുകളും ഇങ്ങനെ വിട്ടിരിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. പക്ഷേ എങ്കിലും അങ്ങനെ അധികം കുഴഞ്ഞൊന്നും പോയില്ല. എങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ ഞാനതൊരു ബേസിനിലോട്ട് തട്ടിയിട്ടു കേട്ടോ. കുക്കറിൽ തന്നെ ഇരുന്നാൽ വീണ്ടും അതങ്ങനെ അമങ്ങി ഇരുന്നിട്ട് വീണ്ടും വെന്ത് അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ചിക്കൻ നമുക്ക് ദം ചെയ്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. നമുക്ക് പാത്രം കഴുകുന്നത് ഏറ്റവും വലിയൊരു ജോലിയാണല്ലോ. പിന്നെ ഞാൻ ജസ്റ്റ് അവിടേക്ക് ഒന്ന് തുടച്ച് നീറ്റാക്കി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ച് ഇടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ജോലി ചെയ്യാനൊരു ബുദ്ധിമുട്ട് പോലെ ആയിരിക്കും. പിന്നെ
പിന്നെന്താണ്, പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ ഏതാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരു പകുതി പോർഷൻ കോരി മാറ്റിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയറിൽ കുറച്ച് ചിക്കൻ, അതിൻ്റെ മുകളിൽ ചോറ്, പിന്നെ അതിൻ്റെ മുകളിൽ കാഷ്യൂസ് റൈസൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം, മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചോറിട്ട് അങ്ങനെയാണ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെയർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെ ഒന്നും ഞാൻ ഇടുന്നില്ല, കാരണം എൻ്റെ മക്കൾക്ക് അത് തീരെ ഇഷ്ടമില്ല. അതെല്ലാം നുള്ളിപ്പറക്കി ഇങ്ങനെ മാറ്റി വയ്ക്കും. പിന്നെ ഞാനതെല്ലാം പറക്കി തിന്നാനായിട്ട് നിൽക്കണം. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ, അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ ലെയർ ചെയ്ത് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ വെച്ച കടായിൽ തന്നെ ദം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു കുക്കറിൽ ദം ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് വേണ്ട, അതിലിരുന്ന് അമങ്ങിയിട്ട് വീണ്ടും കുഴഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ആ കടായിൽ തന്നെ എല്ലാം സെറ്റാക്കി മല്ലിയിലയും പുതിനയിലേക്ക് ടോപ്പിങ്ങിൽ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റി എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ബാക്കി വന്നത് ഒരു പാത്രത്തിനകത്താക്കി അതൊക്കെ ഫ്രിഡ്ജിനകത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തപ്പോഴത്തേക്കും വീണ്ടും കുറേ പാത്രങ്ങൾ കഴുകാനായി. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അതിന് മുന്നേ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ ടൈലല്ലല്ലോ ആ സ്ലാബിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കിയൊക്കെ എടുത്തു. കിച്ചൺ നീറ്റാക്കി കിടപ്പുണ്ട്. അങ്ങനെയാണ് കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബിരിയാണി ദമ്മായി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ചോറ് കണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട പോലെ കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ ചേട്ടന് ഇഷ്ടപ്പെടും. ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കാനായിട്ട് എടുത്തു. രാവിലെ ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബിരിയാണി റെഡിയായി കേട്ടോ. എനിക്ക് പെട്ടെന്ന് ബിരിയാണിയൊക്കെ റെഡിയായി. 2 മണിയായി ചോറ് കഴിക്കാനിരുന്നപ്പോഴത്തേക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്, അതിനെ റെഡിയാവുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. വേറെ ആരും വീഡിയോയിൽ വരാനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എടുക്കുകയാണ്. അങ്ങനെ അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റെഡിയായി. ഇന്ന് കണ്ണിൽ ലെൻസൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് 6:30-ക്കാണ് പ്രോഗ്രാമൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ റെഡിയായി ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടനൊരു കോഫി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് കോഫി ഇടാനുള്ള പരിപാടികളിലേക്ക് കടന്നു. ചായയിലെല്ലാം വെള്ളവും പാലും ഒക്കെ ഒഴിച്ച് കോഫി പൗഡറും പഞ്ചസാരയൊക്കെ കൊണ്ടുവന്ന് ഇടുവാനുണ്ട്. നല്ല അണിഞ്ഞൊരുങ്ങി നിന്ന് കിച്ചണിൽ നിന്ന് വേവിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സീരിയലുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തികച്ചും യാദൃശ്ചികം മാത്രം. പിന്നെ യാദൃശ്ചികം തന്നെയാണ് പറയുന്നത്, അതേ സ്വാഭാവികം എന്നാണോ? എന്തായാലും കൊള്ളാം. അപ്പോൾ അതുപോലെ കിച്ചണിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി നിന്ന് വേവിക്കുകയാണ്, അല്ല ചായ ഇടുവാണ്. ചായയിലല്ലോ കോഫി ഇടുവാണ് കേട്ടോ. മൊത്തത്തിൽ ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇന്നലെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്ന് പക്ഷേ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല ചൂടുണ്ടേ, വെയിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ഇതുണ്ട്. അപ്പോൾ ആ സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ കോഫി പാല് പിരിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കട്ടൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെയിലടിക്കുന്നുണ്ട്, സൺ കിസ് ചെയ്യുന്നു ഫേസിൽ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പുറത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ അരിച്ചിറങ്ങി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മാവിൽ കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം മാങ്ങ പറിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണത്തെ അത്രയും മാങ്ങയൊന്നും പിടിച്ചിട്ടില്ല, കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ ഇത്തവണ. അതങ്ങനെയാണെന്ന് തോന്നുന്നു, കാരണം ഓരോ വർഷം ഇടവിട്ട് ഇങ്ങനെ മാങ്ങ നിറച്ചും കായ്ക്കുള്ളൂ എന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്, അയ്യോ കാലിലും കയ്യിലൊന്നും അൾട്ട ഇട്ടില്ലല്ലോ എന്ന്. അൾട്ട ഇടുന്നത് എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അൾട്ട ഇടണം, അത് നിർബന്ധമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യിലും കാലിലൊക്കെ അൾട്ടയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതൊരു ബ്രഷ് ഉപയോഗിച്ച് കാലിലിങ്ങനെ തേക്കുകയാണ് കേട്ടോ. ഇന്നലെ അതിൻ്റെ തലേ ദിവസം കളിച്ചപ്പോൾ തേച്ചതിൻ്റെ കുറച്ച് മിച്ചമൊക്കെ കാലിലുണ്ട്, എങ്കിലും കുറച്ചുകൂടെ തെളിച്ചപ്പെടുത്തി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടു. പിന്നെ അൾട്ട ഇടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഫുള്ളൊരു ഇത് കിട്ടുന്നത്. അപ്പോൾ അതേ കാലിലൊക്കെ ഇട്ടു കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കാലിലൊക്കെ ഇട്ടത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യിലിട്ടപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഒലിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ 6:30 മണിക്കായിരുന്നു പ്രോഗ്രാം. ചേട്ടൻ എന്നെ അമ്പലത്തിൽ കൊണ്ടാക്കി, പ്രോഗ്രാം കഴിഞ്ഞെത്തി. അതൊക്കെയായിരുന്നു ഒന്ന് വിശേഷം. അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്നും അത് കാണിച്ചാൽ പിന്നെ അതൊരു ബോറായി പോവില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.